ഇന്നുണ്ടാക്കുന്നത് ചീസി മാഗി നൂഡിൽസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ കണ്ടോ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവാളയും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇതുപോലൊരു വൈറ്റ് കളർ വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടോ എങ്ങനെയെങ്കിലും അരിഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ നീളത്തിലാണ് അരിഞ്ഞു കൊടുത്തതെന്ന് മാത്രം. അതും ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് സീഡ് മാറ്റിയിട്ടുള്ള തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ്, അത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തക്കാളി ഒന്ന് ഉടയുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കൂടുതൽ ഉപ്പ് ചേർക്കേണ്ട, കാരണം നമ്മൾ ചീസ് ചേർക്കുന്നുണ്ട്, ചീസിൽ ഉപ്പുണ്ട്, അതുപോലെ തന്നെ മാഗിയുടെ ടേസ്റ്റ് മേക്കറിൽ ഉപ്പുണ്ട്. അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പ് മതി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ നല്ലൊരു കളറ് കിട്ടും, എരിവും കാണത്തില്ല. അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 250 ml കപ്പിൽ 2.5 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചീസി മാഗി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവസാനം വരുമ്പോൾ ഇത് തീരെ അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കും. കാരണം ചീസ് ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കട്ടിയാകും. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കാം. അപ്പോൾ ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാഗിയുടെ ടേസ്റ്റ് മേക്കർ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പാക്കറ്റ് മാഗിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 പാക്കറ്റ് ടേസ്റ്റ് മേക്കർ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ 2 പാക്കറ്റ് ന്യൂഡിൽസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ മാഗിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കുക്കായിട്ടില്ല, ഹാഫ് കുക്കായിട്ടേ ഉള്ളൂ, ഫുൾ കുക്കായിട്ടില്ല. ഈ സമയത്ത് ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്രോസസ്ഡ് ചീസിൻ്റെ ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യൂബ് തന്നെ ചേർക്കണം നിർബന്ധമില്ല, ചീസിൻ്റെ സ്ലൈസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ചീസാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ചൂട് തട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് അതങ്ങ് മെൽറ്റായി കിട്ടും. ഇനി ഫ്രീസറിൽ ഇരുന്ന് തണുത്തതൊക്കെ ആണെങ്കിൽ ഒന്നിലെ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും അത് മെൽറ്റായി കിട്ടാൻ. അപ്പോഴേക്കും നൂഡിൽസ് ചിലപ്പോൾ ഒരുപാടങ്ങ് കുക്കായി പോകും. അപ്പോൾ ഇനി ഇത് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ്. അത് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ചീസൊക്കെ അത്യാവശ്യം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് ഇതിൻ്റെ കൂടെ അങ്ങ് യോജിച്ച് പൊക്കോളും. കണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ കളറ് കണ്ട് ചെറിയൊരു ഓറഞ്ച് കളറിലേക്ക് വന്നിട്ടുണ്ട്. നൂഡിൽസ് ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കുക്കായിട്ടുള്ളത്. കണ്ടോ ഓവർ കുക്കൊന്നും ആയിട്ടില്ല. കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തുറന്ന് വെച്ചൊന്ന് കുക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചീസി മാഗി നൂഡിൽസ്. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.